ക്ലിക്ക് മീ മീഡിയയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഒരു പ്രധാനപ്പെട്ട വിവരം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നലെ വല്ലാത്തൊരു ദിവസമായിരുന്നു കേരളത്തിൽ. ഒരു ഭാഗത്ത് ഇടുക്കിയിലെ രാജമലയും മറ്റൊരു ഭാഗത്ത് നമ്മുടെ നാട്ടിൽ കാലിക്കറ്റ് എയർപോർട്ടിലെ ദുരന്തവും ഒക്കെ ആയിട്ട് ദുരന്തങ്ങളുടെ ഒരു പേമാരി തന്നെ പെയ്തിറങ്ങിയിട്ടുള്ള ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം. ഏതായിരുന്നാലും ആമുഖമായിട്ട് അത്തരത്തിലുള്ള ദുരന്തങ്ങളിൽ നിന്നൊക്കെ ദൈവം തമ്പുരാൻ നമ്മളെയൊക്കെ രക്ഷിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി തുടങ്ങുകയാണ്. സങ്കടപ്പെടുത്തുന്ന നോവുകളുടെ വാർത്തകളായിരുന്നു ഇന്നലെ രാവിലെ മുതൽ നമുക്ക് കേൾക്കാൻ സാധിച്ചിരുന്നത്. ഇന്നലെ കൊണ്ടോട്ടി കരിപ്പൂർ എയർപോർട്ടിൽ നടന്നിട്ടുള്ള വിമാന അപകടം, അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ പലരും ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ് ടേബിൾ ടോപ്പ് റൺവേ എന്ന് പറയുന്നത്? പലർക്കും അതൊരു പുതിയ വാക്കാണ്. ടേബിൾ ടോപ്പ് റൺവേ എന്ന് പറയുന്ന ഒരു പുതിയ വാക്കാണ് പലർക്കും. അപ്പോൾ പലരും ചോദിക്കുകയാണ്, എന്താണ് ഈ ടേബിൾ ടോപ്പ് റൺവേ? ഈ ടേബിൾ ടോപ്പ് റൺവേയെക്കുറിച്ചുള്ള ഒരു ലഘു വിവരണമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് തരാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും ലോകത്തിൽ ടേബിൾ ടോപ്പ് റൺവേ ഉള്ള വിമാനത്താവളങ്ങൾ കുറവാണ്. ഒരു കുന്നിൻ്റെയോ മലയുടെയോ മുകളിൽ ഉള്ള റൺവേക്കാണ് ടേബിൾ ടോപ്പ് റൺവേ എന്ന് പറയുന്നത്. ഒരു കുന്നിൻ്റെ മലയുടെ മുകളിലൊക്കെ മണ്ണിട്ട് പൊക്കി വെച്ചിട്ടുള്ള, നമ്മൾ ടേബിൾ പോലെ ഉയരത്തിൽ ഇങ്ങനെ വെച്ചിട്ടുള്ള റൺവേ. മറ്റുള്ള എയർപോർട്ടുകളൊക്കെ പരപ്പായിട്ടുള്ള നല്ല നിരപ്പായിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കും നമ്മൾ കാണുക. ഇപ്പോൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അതൊരു പാടശേഖരത്തിലാണ് ആ എയർപോർട്ടുള്ളത്. നല്ല പരന്ന സ്ഥലത്താണ് ആ എയർപോർട്ട് കാണുന്നത്. അതിൻ്റെ റൺവേ ഉയരത്തിലല്ല ഉള്ളത്. ഇത്തരത്തിലുള്ള റൺവേ ഉള്ള എയർപോർട്ടുകൾക്ക് ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ഉണ്ടാവും. അതായത് കാഴ്ചയിൽ ഒരു പ്രശ്നം, അവിടെ വിമാനം ഇറങ്ങാനും മറ്റുമൊക്കെ ചില സന്ദർഭങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലത്ത്, മഞ്ഞുകാലത്ത്, മൂടൽമഞ്ഞ് ഉണ്ടാകുന്ന സമയത്ത്, പ്രത്യേകിച്ച് മഴക്കാലത്ത് മൂടൽമഞ്ഞും മഴയും കൂടിയൊക്കെ ആകുന്ന സമയത്ത് പൈലറ്റിന് റൺവേ കാണാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോഴാണ് മിക്കവാറും അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഇന്ന് ലോകത്തിൽ ടേബിൾ ടോപ്പ് റൺവേ ഉള്ള വിമാനത്താവളങ്ങൾ കുറവാണ്. ഏകദേശം പ്രധാനമായിട്ടും 11 ടേബിൾ ടോപ്പ് റൺവേ ഉള്ള എയർപോർട്ടുകളാണ് ഇന്ന് ലോകത്തിലുള്ളത്. നമ്മുടെ ഇന്ത്യയിൽ 3 ഉണ്ട്, നേപ്പാളിൽ 4 ഉണ്ട്, അതുപോലെ തന്നെ നെതർലാൻഡിൽ 1, അതുപോലെ തന്നെ അമേരിക്കയിൽ 3. ഇത്രയും ടേബിൾ ടോപ്പ് റൺവേ ഉള്ള എയർപോർട്ടുകളാണ് ഇന്ന് ലോകത്തിലുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇന്ത്യയിലുള്ള ടേബിൾ ടോപ്പ് റൺവേ ഉള്ള എയർപോർട്ടുകൾ. അപ്പോൾ ടേബിൾ ടോപ്പ് റൺവേ എന്താണെന്ന് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഇന്ത്യയിലുള്ള ആ 3 ടേബിൾ ടോപ്പ് റൺവേ ഉള്ള വിമാനത്താവളങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് മിസോറാമിലെ ലാംഗ്പോയ് എയർപോർട്ട്. മിസോറാമിലെ ലാംഗ്പോയ് എയർപോർട്ട് എന്ന് പറയുന്നത് ഒരു ചെറിയ എയർപോർട്ടാണ്, ഡൊമസ്റ്റിക് എയർപോർട്ടാണ്. ചെറിയ വിമാനങ്ങൾ മാത്രം ഇറങ്ങുന്ന ഒരു ചെറിയ എയർപോർട്ടാണ്. വളരെ നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ആ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വളരെയധികം അപകട സാധ്യത കൂടുതലുള്ള ഒരു എയർപോർട്ടും കൂടിയാണ് മിസോറാമിലെ എയർപോർട്ട്. അവിടെ ഇതിനു മുന്നേ അപകടം ഉണ്ടായി എന്ന് പറയത്തക്ക രീതിയിലുള്ള വലിയ അപകടങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. 2011 മെയ് മാസത്തിൽ ഒരു ചെറിയ വിമാനം, ഒരു 9 സീറ്റർ വിമാനം, സെസ്ന എയർക്രാഫ്റ്റ് എന്നാണ് അതിന് പറയുക, ആ ഒരു വിമാനമാണ് അന്ന് അപകടത്തിൽപ്പെട്ടത്. അതും ഇതുപോലെ തന്നെ ഇറങ്ങുന്ന സമയത്ത് റൺവേയിൽ നിന്ന് തെന്നി വീണിട്ട് അടുത്തുള്ള ഒരു തോട്ടിലേക്ക് മറിയുകയാണ് ചെയ്തത്. ചെറിയ പരിക്കുകളോട് കൂടിയിട്ട് അന്ന് ആളുകൾ രക്ഷപ്പെടുകയും ചെയ്തു. രണ്ടാമത്തെ എയർപോർട്ട് എന്ന് പറയുന്നത് കർണാടകയിലെ മാംഗ്ലൂരിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ആ എയർപോർട്ടിൽ ഒരു വലിയ അപകടം 2010, അതും 2010 മെയ് മാസത്തിൽ തന്നെയായിരുന്നു. 2010 മാംഗ്ലൂർ എയർ ക്രാഷ് നടക്കുന്നത്. അതും ഇതുപോലെ തന്നെ ഇന്നലെ കാലിക്കറ്റിൽ നടന്നതുപോലെ തന്നെ റൺവേയിൽ നിന്ന് തെന്നിയിട്ട് അടുത്തുള്ള ഒരു കോൺക്രീറ്റ് ബിൽഡിങ്ങിൽ ഇടിച്ച് കത്തുകയായിരുന്നു. 160ഓളം ആളുകൾ അന്ന് ആ ഒരു അപകടത്തിൽ മരണപ്പെടുകയുണ്ടായി. എയർ ഇന്ത്യയുടെ ബോയിങ് 737-800 എന്ന് പറയുന്ന വിമാനമായിരുന്നു അന്ന് അപകടത്തിൽപ്പെട്ടിരുന്നത്. എയർ ഇന്ത്യയുടെ ആദ്യത്തെ ഒരു മാരകമായിട്ടുള്ളൊരു ആക്സിഡൻ്റ് ആയിരുന്നു അത്. 160ഓളം പേര്, അന്നത്തെ കേബിൻ ക്രൂ ഒക്കെ അടക്കം, ആ വിമാനത്തിലെ കേബിൻ ക്രൂ ഒക്കെ അടക്കം 160ഓളം ആളുകൾ അന്നത്തെ ആ ആക്സിഡൻറ്റിൽ മരണപ്പെടുകയുണ്ടായി. അത് എയർപോർട്ടിൻ്റെ റൺവേയിൽ നിന്ന് തെന്നിപ്പോയിട്ട് അടുത്തുള്ള ഒരു കോൺക്രീറ്റ് ബിൽഡിങ്ങിൽ ഇടിച്ചിട്ട് കത്തുകയാണ് ചെയ്തത്. പിന്നെ മൂന്നാമത്തെ ഒരു ടേബിൾ ടോപ്പ് എയർപോർട്ട് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ കാലിക്കറ്റ് എയർപോർട്ടാണ്.
1988 ഈ വിമാനത്താവളം ഓപ്പൺ ആവുന്നത്. 1977 സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന KP കേശവമേനോൻ്റെ നേതൃത്വത്തിലാണ് അതിന് അനുവാദം കൊടുക്കുന്നത്. കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ബിസി ആയിട്ടുള്ള തിരക്കുള്ള എയർപോർട്ടുകളുടെ കൂട്ടത്തിൽ 11ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു എയർപോർട്ടാണ് കാലിക്കറ്റ് എയർപോർട്ട്. 2006 അതിന് ഇൻ്റർനാഷണൽ പദവി ലഭിക്കുന്നത്. ഒരുപാട് ആളുകളുടെ മലബാർ പ്രദേശങ്ങളിലുള്ള കോഴിക്കോട്, കണ്ണൂർ, മലപ്പുറം, കാസർഗോഡ്, പാലക്കാട് വരെയുള്ള ജില്ലകളിലുള്ള ആളുകളുടെ ഒരു അത്താണിയായിട്ടുണ്ടായിരുന്ന ഒരു എയർപോർട്ടായിരുന്നു കാലിക്കറ്റ് എയർപോർട്ട്. 1990കളിൽ കേന്ദ്ര സർക്കാർ കാലിക്കറ്റ് എയർപോർട്ട് നിർമ്മിക്കുന്നതിനുള്ള ആവശ്യമായിട്ടുള്ള ഫണ്ട് നൽകാനില്ല എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ പ്രവാസികളായിട്ടുള്ള ആളുകൾ ഫണ്ട് സമാഹരിച്ചുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ജനപങ്കാളിത്തത്തോടു കൂടി നിർമ്മിച്ചിട്ടുള്ള ഒരു എയർപോർട്ടാണ് കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. അത് നിർമ്മിക്കുന്ന സമയത്ത് 6000 ഫീറ്റ് ആയിരുന്നു അതിൻ്റെ എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ അത് 9000 അടിയിലേക്ക് ഉയർത്തി. അതിനുശേഷം ഈ അടുത്ത കാലത്ത് 2015 അതിൻ്റെ പുനരുദ്ധാരണം എന്ന പേരിൽ എയർപോർട്ട് അടച്ചിടുകയും അതിനുശേഷം ഈ ഒരു കുറച്ച് നാളുകളായിട്ട് കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ട് ഒന്ന് ജീവൻ വെച്ച് വരുന്നൊരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക്, അതിൻ്റെ ആ ഒരു തിരക്കും ബഹളവും അതിലേക്ക് കാലിക്കറ്റ് എയർപോർട്ട് വരികയായിരുന്നു. അപ്പോഴാണ് ഈ ദാരുണമായിട്ടുള്ള സംഭവം ഇന്നലെ നടന്നിട്ടുള്ളത്. അതും ഇതുപോലുള്ള ഒരു ആക്സിഡൻറ്റ് തന്നെയാണ്. റൺവേയിൽ നിന്ന് വിമാനം തെന്നിയിട്ട് 35ഓളം അടി താഴേക്കുള്ള ഒരു അത്രയും 35 അടി മുകളിലാണ് റൺവേ കിടക്കുന്നത്. അതിന് താഴേക്ക് വിമാനം പതിച്ചു. എന്തോ ഭാഗ്യം കൊണ്ട് പലതും കേൾക്കുന്നുണ്ട്. പൈലറ്റിൻ്റെ ചടുലമായ നീക്കം, ആകാശത്ത് നിന്ന് തന്നെ അതിൻ്റെ ടയർ കംപ്ലൈൻ്റ് ആയിരുന്നു, ലാൻഡ് ചെയ്യുന്നതിനുള്ള ഗിയർ കംപ്ലൈൻ്റ് ആയിരുന്നു എന്നുള്ള ഒരുപാട് കേൾവികൾ നമ്മൾ കേൾക്കുന്നുണ്ട്. സത്യാവസ്ഥ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അങ്ങനെ ഇടിച്ചിറക്കാനുള്ള ശ്രമമാണ് പൈലറ്റ് നടത്തിയത് എന്നുള്ള ഒരുപാട് ആളുകളുടെ ജീവൻ അതിലൂടെ പൈലറ്റ് രക്ഷിച്ചു എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഏതായിരുന്നാലും സത്യാവസ്ഥ പുറത്തു വന്നിട്ടില്ല. ഏതായിരുന്നാലും ദൈവാനുഗ്രഹം കൊണ്ട് വലിയൊരു ആപത്തിൽ നിന്ന് തൽക്കാലം നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. തീ പിടിക്കാതെ മംഗലാപുരത്ത് സംഭവിച്ചതുപോലെയുള്ള ഒരു പൊട്ടിത്തെറി സംഭവിക്കാതെ നമ്മൾ രക്ഷപ്പെട്ടു. ഇന്നത്തെ അവസാനത്തെ അറിവ് പ്രകാരം, രാവിലത്തെ ന്യൂസിൽ വന്നിട്ടുള്ള അറിവ് പ്രകാരം 2 പൈലറ്റ് അടക്കം 19 പേരാണ് മരിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് കിട്ടുന്ന അറിവ്. ആ സംഭവം നടന്ന ഉടനെ തന്നെ കൊണ്ടോട്ടിയിലെയും സമീപ പ്രദേശങ്ങളിലെയും ആളുകളൊക്കെ ഈ ഒരു കോവിഡിൻ്റെ കാലത്തും യാതൊരു തരത്തിലുള്ള ഭീതിയും യാതൊരു തരത്തിലുള്ള പേടിയും ഒന്നുമില്ലാതെ, ഒരു മുൻകരുതലുമില്ലാതെ, ഒരു മാസ്ക് പോലും ഇടാനുള്ള സമയമില്ലാതെ ഓടി പോലീസും ആംബുലൻസും ഒക്കെ എത്തുന്നതിന് മുന്നേ ആയിട്ട് അവിടെ നാട്ടുകാർ എത്തി അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. ആ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ ഒരു വലിയ അപകടം നമ്മുടെ നാട്ടിൽ നിന്ന്, വലിയൊരു ദുരന്തത്തെ നമുക്ക് അതിജീവിക്കാൻ സാധിച്ചു എന്ന് തന്നെ കരുതേണ്ടതുണ്ട്. ഏതായിരുന്നാലും ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവച്ചത് ടേബിൾ ടോപ്പ് റൺവേ എന്നാൽ എന്താണ്, അതുപോലെ തന്നെ ഇന്ത്യയിലെ ടേബിൾ ടോപ്പ് റൺവേ ഉള്ള എയർപോർട്ടുകൾ ഏതൊക്കെയാണ്, അവിടെ അതിൻ്റെ ഒരു ലഘു വിവരണമാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവച്ചിട്ടുള്ളത്. അപ്പോൾ മറ്റൊരു വിഷയവുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.